9, 10 ലെവലുകളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ 8 ലെവലുകൾ വരെ സംരംഭകത്വം എന്ന് പറയുന്ന സങ്കല്പത്തിൻ്റെ ഒരു വളർച്ചയുടെ തലത്തിൽ നാം എത്തി നിൽക്കുന്നു. അത് കഴിഞ്ഞ് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് 9ാം ലെവലിലേക്ക് കടക്കാം. 9ാം ലെവൽ എന്താണെന്ന് നോക്കാം. ഓക്കെ, വീഡിയോ പ്ലീസ്. ഒരു മനോഹരമായ സങ്കല്പമാണ് ഓൺട്രപ്രണർഷിപ്പിൻ്റെ നമ്മൾ നേരത്തെ സംരംഭകത്തെക്കുറിച്ച് പറഞ്ഞു, അതിൻ്റെ രണ്ടാമത്തെ തലാണ്. നമ്മൾ സ്കെയിലപ്പ് ചെയ്യുന്നു, ഒരു അടുത്ത ലെവലിലേക്ക് കടക്കുന്നു. എങ്ങനെയാണ്? നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ പണം ഉണ്ടാകണമെന്നില്ല, നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളുടെ നോളജിനാണ് വില. സംരംഭകത്വത്തിൽ എപ്പോഴും ഏറ്റവും വലിയ വാല്യൂ നിങ്ങളുടെ നോളജിനാണ്, നിങ്ങളുടെ നേതൃപരമായ കഴിവിനാണ്. അപ്പോൾ ആ കഴിവും ശേഷിയും നോളജും ഉണ്ടെങ്കിൽ ഇതുപോലെ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ 9ാം ലെവലിൽ എഴുതി കാണിച്ചതുപോലെ നിങ്ങളിൽ വിശ്വസിക്കാൻ ആളുകളുണ്ടാവും, നിങ്ങളുടെ കേപ്പബിലിറ്റിയിൽ വിശ്വസിക്കാൻ ആളുകളുണ്ടാവും. അപ്പോൾ അവിടെ നിങ്ങൾക്കൊരു സംരംഭം തുടങ്ങാൻ, ഞാൻ വലിയ തുകയൊന്നും പറയുന്നില്ല, എന്നാലും ഒരു കോടി രൂപ വേണമെന്ന് വിചാരിക്കുക. ഒരു സാധാരണ സംരംഭം തുടങ്ങാൻ 1 കോടി രൂപ എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് 100 പേരുടെ കയ്യിൽ നിന്ന് 100 പേരെ സമീപിച്ചാൽ ആ പണം ഉണ്ടാക്കാൻ സാധിക്കും. ഇവിടെ 100 കോടി രൂപയുടെ കണക്ക് പറഞ്ഞു. 100 പേരിൽ നിന്ന് കണക്ട് ചെയ്യാവുന്ന ഒരു സാധ്യതയുണ്ട്. പക്ഷേ ഈ 100 പേര് നിങ്ങളെ വിശ്വസിക്കാനാകും വിധം നിങ്ങളുടെ നോളജ് ബേസ് നിങ്ങൾ വലുതാക്കിയിട്ടുണ്ടാകണം. നിങ്ങളുടെ കോൺഫിഡൻസ്, ഒരു ലീഡർ എന്നുള്ള നിലയിലുള്ള കോൺഫിഡൻസ്, ഈ സങ്കല്പത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. ഇപ്പം ഞാനൊരു സങ്കല്പം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും തയ്യാറാകണമെങ്കിൽ ഡെൻസിൽ കൊള്ളാം, ഡെൻസിലിനെ കൊണ്ട് അതിന് കേപ്പബിലിറ്റി ഉണ്ട് എന്ന് തോന്നണം, അതിനവന് അറിവുണ്ട് എന്ന് തോന്നണം. അപ്പോൾ നമ്മൾ ഏത് മേഖലയിലാണോ ഇടപെടാൻ ഉദ്ദേശിക്കുന്നത് അതിൽ നല്ല അറിവുണ്ടാകണം. അങ്ങനെ പഠിച്ചാൽ ഈ 9ാം ലെവൽ എന്ന് പറയുന്നത് ആർക്കും സാധ്യമായ ഒന്നാണ്. നിങ്ങളിലെ മിടുക്കന്മാർക്ക്, നേരത്തെ 8ാം ലെവൽ വരെയൊക്കെ എത്തിയ മിടുക്കന്മാർക്ക് ഇതിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ എന്താ ഉണ്ടാവുക? നമ്മളൊരു മാനുഫാക്ചറിങ് ഹബ്ബ് തന്നെ ഉണ്ടാക്കുന്നു. ലോകത്ത് പല ഭാഗങ്ങളിലും വളർച്ച ഉണ്ടാകുന്നത് ഉൽപ്പാദനം, ആഭ്യന്തരമായ ഉൽപ്പാദനം കൂടുമ്പോഴാണ്. ചൈന വാസ്തവത്തിൽ GDP-യിൽ ഇത്രയും വളർച്ച ഉണ്ടായത് ആഭ്യന്തര ഉൽപ്പാദനത്തിലുണ്ടായ വളർച്ചയാണ്. ഇപ്പോൾ നമുക്ക് തന്നെ ഇവിടെ വരുന്ന ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളിൽ പലതും ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാണ് ഇപ്പം വ്യാപകമായിട്ട്. അപ്പോൾ അതെന്തുകൊണ്ട് നമുക്കിവിടെ ആയിക്കൂടാ എന്ന് പറയുന്ന ചിന്തയിൽ നിന്നാണ് ഈ 9ാം ലെവൽ എന്ന് പറയുന്ന സങ്കല്പം, 9ാമത്തെ ലെവൽ എന്ന് പറയുന്ന സങ്കല്പം ഉണ്ടാകുന്നത്. വാസ്തവത്തിൽ നാളെ നിങ്ങൾ ഓരോരുത്തരും ഈ തലത്തിലേക്ക് വളരുമെന്ന പ്രതീക്ഷയാണ് ഈ ലെവൽ പങ്കുവയ്ക്കുന്നതിലൂടെ ബ്രിഡ്കോ മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് ഈ ഗ്രൂപ്പിൽ നിന്ന് വലുതായി എത്തുന്ന ചെറുപ്പക്കാർക്ക് സംരംഭകത്വം തുടങ്ങി, ഇപ്പോൾ ഇതിനകത്ത് നേരത്തെ നമ്മൾ പറഞ്ഞ 8 ലെവലിനെ കുറിച്ച് ഞാൻ വീണ്ടും പറയുന്നില്ല. നിങ്ങൾ പഠിക്കുന്നതിൻ്റെ ഭാഗമായി ഡൽഹിയിലേക്ക് പോകുന്നു, ഡൽഹിയിൽ നിന്ന് അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു, അവിടെ നിന്ന് പഠിച്ച് അവസാനം വിദേശത്ത് പോകുന്നു, വിദേശത്ത് സ്വന്തമായി ബിസിനസ് തുടങ്ങുന്നു, പാർട്ട്ണർഷിപ്പ്, അങ്ങനെ പല തലങ്ങളുണ്ട്. അവസാനമാണ് സംരംഭത്വം എത്തുന്നത്. അതിനും അപ്പുറത്തെ ഒരു തലത്തെക്കുറിച്ചാണ്, കുറച്ചുകൂടി സ്കെയിൽ ചെയ്തിട്ടുള്ളൊരു വലിയ തലത്തെക്കുറിച്ചാണ് ഇവിടെ വിഭാവനം ചെയ്യുന്നത്. ആ തലത്തിലേക്ക് എത്താൻ നിങ്ങളിൽ ചിലർക്കെങ്കിലും ഒക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് 10ാമത്തെ ലെവൽ കൂടി നോക്കാം. 10ാമത്തെ ലെവൽ കുറച്ചുകൂടി ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ലെവലാണ്. ചെറിയ കാര്യമല്ല ഈ വിഷൻ എന്ന് പറയുന്നത്. 9ാമത്തെ ലെവലിൽ എത്തി സ്വന്തം വലിയ സാമ്രാജ്യം വിവിധ രാജ്യങ്ങളിലായി സ്ഥാപിച്ചെടുത്ത വലിയ ഗംഭീരമായ ഒരു വലിയ മൾട്ടിനാഷണൽ കമ്പനി സ്ഥാപിച്ചെടുത്ത ആളുകൾക്ക് വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനികളായിട്ടുള്ള അസോസിയേഷൻ സാധ്യമാകും വിധം നമ്മൾ സ്വയം ഗ്രോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ബ്രിഡ്കോയുടെ ഈ ലൈഫ് അറ്റ് ബ്രിഡ്കോ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലെ കാതലായ 2 വലിയ മൈൽ സ്റ്റോണുകൾ കൂടി നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ Britco&Bridco. ഒരു വലിയ വിഷനാണ്. ആ വിഷനിലേക്ക് എത്തും വിധത്തിൽ വലിയ തോതിലുള്ള മുന്നേറ്റങ്ങൾക്ക് നിങ്ങൾക്ക് സാധ്യമാകട്ടെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധ്യമാകട്ടെ എന്ന് ഈ 2 ലെവലും അവതരിപ്പിച്ച ആളെന്നുള്ള നിലയിൽ അഭിമാനത്തോടു കൂടി
എനിക്കിവിടെ നിന്ന് സ്വപ്നം കാണാൻ പറ്റും. നിങ്ങളിൽ ചിലരൊക്കെ ഇങ്ങനെ എത്തുന്നവരുണ്ടാകും. നാളെ എന്നെയോ മുത്തുസാറിനെയോ ഹംസസാറിനെയോ ഒക്കെ അസൂയപ്പെടുത്തുന്ന തരത്തിലുള്ള വളർച്ച, അല്ലെങ്കിൽ കുറച്ചുകൂടെ ശരിയായ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അഭിമാനം തോന്നുന്ന തരത്തിലുള്ള വളർച്ചയിലേക്ക് നിങ്ങളുടെ വിഷൻ നിങ്ങളിപ്പോഴേ സെറ്റ് ചെയ്ത് വെക്കുക എന്ന് പറയുന്ന വളരെ കാതലായ ഒരു കടമയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിഷൻ, കാഴ്ചപ്പാട് ഇതിൽ വളരെ പ്രധാനമാണ്. എന്താകണം എന്നുള്ളതിൻ്റെ കാഴ്ചപ്പാട്. നാളെ നിങ്ങളൊരു ചെറിയ സർവീസ് സെൻറ്റർ ഇട്ട് ഒതുങ്ങിപ്പോകണോ, അതിനപ്പുറത്തേക്ക് നിങ്ങൾ വളരണോ, വലുതാകണോ? ഒരു കാലത്ത് മൾട്ടിനാഷണൽ കമ്പനികളുമായി കൈകോർത്ത് നിന്ന് ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ നിങ്ങളുടെ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ ഉണ്ടാക്കുകയും ആ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ വഴി ഈ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ, ഈ നാടിൻ്റെ സമ്പദ് വ്യവസ്ഥയും നിങ്ങളെ തന്നെയും വലുതാക്കുന്ന തരത്തിലേക്ക് വലുതാകണോ എന്നത് നിങ്ങളുടെ വിഷനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. പക്ഷേ ആ വിഷനിലേക്കുള്ള ഒരു മെഴുകുതിരി കത്തിച്ചു വയ്ക്കുകയാണ് ബ്രിഡ്കോ&Bridco, അല്ലെങ്കിൽ ഒരു ടോർച്ച് തെളിക്കുകയാണ് ബ്രിഡ്കോ&Bridco ഈ 9, 10 എന്ന ലെവലുകളുടെ അവതരണത്തിലൂടെ.